അല്ലെ, സൂര്യാസ്തമനത്തിനെയാണ് നമ്മൾ സൺസെറ്റ് എന്ന് പറയുന്നത്. സോ അതുപോലെ എർത്ത് എന്ത് ചെയ്യാണ്, അസ്തമിക്കുകയാണ്. ഹായ് ഓൾ, അങ്ങനെ നമ്മൾ ആറ്റ് നോറ്റ് കാത്തിരുന്ന 10th പ്രിലിംസ് ഇങ്ങ് എത്തിക്കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ അവസാനവട്ട ഒരുക്കത്തിലാണ്. പുതുതായിട്ട് ഒന്നും പഠിക്കാനായിട്ട് നിൽക്കരുത്. നമുക്കിപ്പോൾ ആവശ്യം എന്താണ്, കുറച്ച് റിവിഷൻ ആണ് അല്ലേ. നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ നല്ല പക്കയായിട്ട് റിവിഷൻ ചെയ്ത് ചിട്ടപ്പെടുത്തി വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പം നമ്മുടെ 10th പ്രിലിംസിന് മുന്നോടിയായിട്ട് കറണ്ട് അഫെയർസിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് വന്നിട്ടുള്ള കറണ്ട് അഫെയർസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ എടുത്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ശരി, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ആർടെമിസ് 2 ദൗത്യത്തിന്റെ കമാൻഡർ ആരാണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ 2026 ഏപ്രിൽ മാസം വളരെയധികം ചർച്ച ചെയ്ത ഒരു മിഷൻ അല്ലെങ്കിൽ നാസയുടെ ഒരു സ്പേസ് മിഷനാണ് ആർടെമിസ് 2 എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ചന്ദ്രനിലേക്ക് മനുഷ്യനെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ ദൗത്യമാണ് ആർടെമിസ് 2. അപ്പോൾ നമുക്കറിയാം അപ്പോളോ 17 ദൗത്യത്തിൽ അല്ലെങ്കിൽ അപ്പോളോ മിഷനിലാണ് അവസാനമായിട്ട് നാസ എന്ത് ചെയ്യുന്നത്, ചന്ദ്രനിലേക്ക് മനുഷ്യനെ ഇറക്കുന്നത് അല്ലെ. അപ്പൊ അതിനുശേഷം ഏകദേശം 54 വർഷങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും നാസ എന്ത് ചെയ്യുവാണ്, ചന്ദ്രനിലേക്ക് മനുഷ്യന്റെ കാല് പതിപ്പിക്കാനായിട്ട് ഒരുങ്ങുവാണ് ആർടെമിസ് ദൗത്യത്തിലൂടെ. അപ്പൊ ആർടെമിസ് 1 2022 നടന്നിട്ടുണ്ടായിരുന്നു. ആർടെമിസ് 2 എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ കുറച്ച് ക്രൂ മെമ്പേഴ്സ്, ഒരു 4ഓളം ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവരെയും കൊണ്ട് ഒരു പേടകം എന്ത് ചെയ്യും, ചന്ദ്രനെ ഒന്ന് വലം വെച്ച് കൃത്യമായിട്ട് പഠിച്ച് തിരിച്ച് ഭൂമിയിലേക്ക് എത്തും. പിന്നീട് ആർടെമിസ് 4 or 5 ഒക്കെ ആകുമ്പോഴൊക്കെ ആയിരിക്കും മനുഷ്യനെ എന്ത് ചെയ്യുന്നത്, ചന്ദ്രനിലേക്ക് നാസ ഇറക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആർടെമിസ് 2 എന്ന് പറയുന്ന ദൗത്യത്തിൽ ഞാൻ പറഞ്ഞു ക്രൂ മെമ്പേഴ്സ് ഉണ്ട് അല്ലെ. ആ ക്രൂവിൽ ഒരു കമാൻഡർ ഉണ്ട്, മിഷൻ കമാൻഡർ ഉണ്ട്. ആരാണ് ആ മിഷൻ കമാൻഡർ എന്നാണ് ചോദ്യം. അപ്പൊ ആ ക്രൂ മെമ്പേഴ്സിനെ മുഴുവൻ അറിയാവുന്നവർക്കറിയാം ആരാണ്, റീഡ് വൈസ്മാൻ അല്ലെ. റീഡ് വൈസ്മാൻ ആണ് ആർടെമിസ് 2ന്റെ മിഷൻ കമാൻഡർ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഉള്ളതിൽ വൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ജ്ഞാനം അല്ലെ. അപ്പൊ നല്ല ജ്ഞാനമുള്ള ആളെ പിടിച്ച് എന്താക്കി, മിഷൻ കമാൻഡർ ആക്കി എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. മിഷൻ കമാൻഡർ ആക്കി. അവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ടത് ആർടെമിസ് 2ന്റെ ക്രൂ മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ 4 പേരാണ്. ഒന്ന് വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, റീഡ് വൈസ്മാൻ, ജെറമി ഹാൻസൺ. ഇവർ 4 പേരുമാണ് ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമുക്കൊരു സൺ ഉണ്ട് അല്ലെ. സൺ എന്ന് പറയുമ്പോൾ ആരാണ്, മകൻ അല്ലെ. സൺ ഉണ്ട്. ആ സണ്ണിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓറിയോ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാകില്ലല്ലോ. അപ്പൊ ഇവർ സഞ്ചരിച്ച പേടകമാണ് ഓറിയോൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ സണ്ണിന് ഓറിയോ ആണ് ഇഷ്ടം. പക്ഷെ സണ്ണിന്റെ പ്രത്യേകതയുണ്ട്, അവനൊരു പ്രശ്നം എന്ത് ചെയ്യാൻ അറിയത്തില്ല, അവന് റീഡ് ചെയ്യാൻ അറിയത്തില്ല, വായിക്കാൻ അറിയില്ല അല്ലെ. അപ്പൊ വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ. സോ അവന് വായിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ അവന് ജീവിതത്തിൽ എന്തുണ്ടാകത്തില്ല, വിക്ടറി അതായത് വിജയം ഉണ്ടാകത്തില്ല അല്ലെ. വായന എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ജ്ഞാനം കൊണ്ടുവരുന്ന സാധനം അല്ലെ. അപ്പൊ വായിക്കാൻ അറിയില്ലെങ്കിൽ വിക്ടറി ഉണ്ടാകത്തില്ല. സോ അവന് വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവനെ എന്താക്കി കൊടുക്കുകയാണ്, ഒരു കോച്ചിനെ അല്ലെ, പരിശീലകനെ, വായിച്ച് പരിശീലിക്കാൻ വേണ്ടി ഒരു കോച്ചിനെ നമ്മൾ അവന് വെച്ചു കൊടുക്കുവാണ്. സോ ഇതൊരു ഇമാജിനറി ആയിട്ട് ഒരു സംഭവമായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. ഒരു സണ്ണ് അല്ലെ, നമ്മുടെ സ്വന്തം സണ്ണ്. സോ നമ്മുടെ മകനാണ്. സോ അവൻ എന്ത് ചെയ്യാൻ അറിയത്തില്ല, വായിക്കാൻ അറിയില്ല അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, വായിക്കാൻ അറിയില്ലെങ്കിൽ നമുക്കറിയാം അവൻ എന്തുണ്ടാവില്ല, ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവത്തില്ല. സോ അത് അവന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോച്ചിനാക്കി കൊടുക്കുവാണ്. സോ ഇങ്ങനെ നോക്കുവാണെങ്കിൽ സൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ജെറമി ഹാൻസൺ. ഈ ഹാൻസൺ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ ഡൗട്ട് വരും, ഇത് മാത്രം പഠിച്ചാൽ മതിയോ, സണ്ണെന്ന് മാത്രം പഠിച്ചാൽ എന്ത് കിട്ടാനാ? പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നമുക്ക് ഓപ്ഷൻ ഉണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു തുമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഹാൻസൺ, ഓക്കെ, സണ്ണ് ഹാൻസണിലേക്ക് പോകണം. അതുപോലെ തന്നെ റീഡ്, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. റീഡ് വൈസ്മാൻ, റീഡ്. വിക്ടറി എന്ന് പറയുമ്പോൾ വിക്ടർ ഗ്ലോവർ. അതുപോലെ തന്നെ കോച്ച് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റീന കോച്ച്. അതായത് ഈ ദൗത്യത്തിൽ അല്ലെങ്കിൽ ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളിയാകുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പുള്ളിക്കാരുടെ പേര് പഠിച്ചു വെക്കണം, ക്രിസ്റ്റീന കോച്ച്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു, സണ്ണ് ഓറിയോ ഇഷ്ടമാണ്, റീഡ് ചെയ്യാൻ അറിയത്തില്ല, വിക്ടറി ഉണ്ടാവില്ല നമുക്ക് മനസ്സിലായതുകൊണ്ട് ഒരു കോച്ചിനെ വെച്ച് കൊടുക്കുവാണ്.
ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ പഠിക്കുക, അല്ല നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കുക. ഓക്കെ, യെസ്. എന്തായിരുന്നാലും അർട്ടമീസ് 2-നെ കുറിച്ച് പറയുവാണെങ്കിൽ 2026 ഏപ്രിൽ 1-നാണ് അർട്ടമീസ് 2 എന്ന് പറയുന്ന ഒരു മിഷൻ എന്ത് ചെയ്യുന്നത്, വിക്ഷേപിക്കുന്നത്. 2026 ഏപ്രിൽ 1-ന് ഏകദേശം 10 ദിവസത്തെ ദൗത്യമായിരുന്നു അർട്ടമീസ് 2 എന്ന് പറയുന്നത്. ഇനി അതിലെ ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ ഈ പറയുന്ന 4 പേരാണ്. ഓക്കെ, റീഡ് വൈസ്മാൻ എന്ന് പറയുന്നത് കമാൻഡർ, മിഷൻ കമാൻഡറാണ് റീഡ് വൈസ്മാൻ. അതുപോലെ തന്നെ ഈ ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളിയാകുന്ന ആദ്യ വനിതയാണ് ക്രിസ്റ്റീന കോച്ച്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അതായത് ഒരൊറ്റ മിഷനിൽ മുന്നേ പുള്ളിക്കാരി ഒരു സിംഗിൾ മിഷനിൽ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത എന്ന റെക്കോർഡ് നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം പെഗ്ഗി വിൽസൺ, നമ്മുടെ പെഗ്ഗി വിൽസൺ എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ വനിത പെഗ്ഗി വിൽസൺ ആണ്. പക്ഷേ പെഗ്ഗി വിൽസൺ എന്ന് പറയുന്നത് പല പല മിഷനുകളിലായിട്ടാണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ക്രിസ്റ്റീന കോച്ചിന്റെ കാര്യം എങ്ങനെയാണ്, ഇൻ എ സിംഗിൾ മിഷൻ പുള്ളിക്കാരിക്ക് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം സർവൈവ് ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ ഒരൊറ്റ മിഷനിൽ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശ ചിലവിട്ട വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്റ്റീന കോച്ചാണ്, 328 ദിവസം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളിയാകുന്ന ആദ്യ വനിത കൂടിയാണ് ആര്, ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ അർത്തമീസ് എന്ന് പറയുന്ന ദൗത്യം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം നാസയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മിഷനാണ്. ലോകത്തിന് മുന്നിൽ അവർക്ക് ഈ അപ്പോളോ എന്ന് പറയുന്ന മുന്നേ തന്നെ ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നാസ നേരിട്ട് ഏറ്റവും വലിയ ക്രിറ്റിസിസമാണ് ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയിട്ടില്ല, അത് നാസയുടെ ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ക്രിറ്റിസിസം നാസയ്ക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നാസ അർത്തമീസ് ദൗത്യം മുന്നോട്ട് വെച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഈ മിഷനിൽ ഒരു കളേർഡ് പേഴ്സൺ ഉണ്ടായിരിക്കും, അല്ലെ, അതായത് എല്ലാവരും വൈറ്റ് പേഴ്സൺ ആയിരിക്കില്ല, വൈറ്റ് മാൻ ആയിരിക്കില്ല, ഒരു കളേർഡ് പേഴ്സൺ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതായത് വൈറ്റ് മാൻ അല്ലാത്ത ഒരാൾ, അവരെയാണ് കളേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. സോ അങ്ങനെ ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളിയായ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനാണ് ആരെന്ന് പറയുന്നത്, വിക്ടർ ഗ്ലോവർ എന്ന് പറയുന്നത്. വിക്ടർ ഗ്ലോവർ എന്ന് പറയുന്നത് ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളിയാകുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനാണ്. ഇനി ജെറമി ഹാൻസൺ എന്ന് പറയുന്നത് അമേരിക്കക്കാരനല്ല, കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്നുള്ള യാത്രികനാണ് ആരെന്ന് പറയുന്നത്, ജെറമി ഹാൻസൺ എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ അമേരിക്കക്കാരനല്ലാത്ത ആദ്യ ചാന്ദ്ര സഞ്ചാരി. ബിക്കോസ് അപ്പോളോ ദൗത്യം എടുത്ത് നോക്കുമ്പോൾ അവിടെ ഫുള്ള് വൈറ്റ് മാൻ ആയിരുന്നു, അമേരിക്കക്കാരായിരുന്നു. ഇപ്പുറത്ത് നമുക്ക് അർത്തമീസിലേക്ക് വരുമ്പോൾ കളേർഡ് പേഴ്സൺ ഉണ്ട്, അമേരിക്കക്കാരനല്ലാത്ത ഒരു സഞ്ചാരിയുണ്ട്, അല്ലെ, വിക്ടർ ഗ്ലോവർ ആൻഡ് ജെറമി ഹാൻസൺ. ആൻഡ് ഓൾസോ ഇൻക്ലൂസീവ് ആയിട്ട് ഒരു വനിത കൂടിയുണ്ട്, ദാറ്റ് ഈസ് ക്രിസ്റ്റീന കോച്ച്. സോ നമുക്ക് പുറകിലേക്ക് പോകുവാണെങ്കിൽ ഇവിടെ നോക്കിക്കുക, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 1972 അപ്പോളോ 17, 1972 അപ്പോളോ 17 ശേഷം ഏകദേശം 54 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ അരികിലേക്ക് നാസയ്ക്ക് എത്തിക്കാനായിട്ട് പറ്റിയത്. മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് ഇറക്കിയിട്ടില്ല, അത് നിങ്ങൾക്ക് അറിയാലോ. ജസ്റ്റ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചന്ദ്രന്റെ ഭ്രമണത്തിലേക്ക് പോയി ചന്ദ്രനെ ഒന്ന് ചുറ്റിയിട്ട് വന്നതേ ഉള്ളൂ. ഇനി അടുത്ത 3-ലും അർത്തമീസ് 3-ഉം 4-ഉം 5-ഉം ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ ചന്ദ്രനിലേക്ക് മനുഷ്യനെ ഇറക്കാനായിട്ട് നാസയ്ക്ക് പറ്റത്തുള്ളൂ. സോ അതെല്ലാം സക്സസ് ആവണം. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം, 2022 അർത്തമീസ് 1 നടന്നിട്ട് ഏകദേശം 4 വർഷത്തെ ഗ്യാപ്പ് വേണ്ടി വന്നു നാസയ്ക്ക് അർത്തമീസ് 2 എന്ത് ചെയ്യാനായിട്ട്, സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട്. സോ ഇനിയും ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം അർത്തമീസ് 3-ഉം 4-ഉം ഒക്കെ സക്സസ്ഫുൾ ആകാനായിട്ട്. സോ എന്തായിരുന്നാലും 4 ബഹിരാകാശ സഞ്ചാരികളുമായിട്ട് ചന്ദ്രനെ വലം വെച്ച ശേഷം തിരികെ ഭൂമിയിലേക്ക് മടങ്ങാനായിരുന്നു ആ ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. SLS എന്ന് പറയുന്ന നാസയുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റോക്കറ്റ് ഉണ്ട്. ആ റോക്കറ്റിൽ ഓറിയോൺ എന്ന് പറയുന്ന പേടകത്തിലാണ് വിക്ഷേപിച്ചത്. ഓറിയോൺ പേടകത്തിലാണ് ഈ പറയുന്ന 4 ക്രൂ മെമ്പേഴ്സ് അടങ്ങുന്ന ഈ പേടകത്തിലാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ട് അർത്തമീസ് 2-നെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ക്രൂ മെമ്പേഴ്സ് തന്നെയാണ്. ഇനി അതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ എന്തൊക്കെയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞു അർത്തമീസ് 2 2022 വിക്ഷേപിച്ചത്. ഈ 4 പേരാണ് ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ ഒന്നുകൂടെ പറയാം, നമ്മുടെ ആദ്യം പറഞ്ഞു റീഡ് വൈസ്മാൻ, അതുപോലെ തന്നെ ജെറമി ഹാൻസൺ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് 4 പേര്. ഇനി നമ്മുടെ ഈ ചന്ദ്ര ദൗത്യത്തിന് നാസയുടെ ഈ ഒരു അർത്തമീസ് 2-ന്റെ ഭാഗമായിട്ട് അവര് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 6550 കിലോമീറ്റർ വരെ അടുത്തുകൂടി സഞ്ചരിച്ചു.
നമുക്ക് ഭൂമിയിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 6550 കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ വലിയ കിലോമീറ്റർ ആണ്. പക്ഷേ അത് ബഹിരാകാശത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ദൂരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ 6550 കിലോമീറ്റർ ദൂരെ നിൽക്കുക എന്ന് പറയുന്നത് ചന്ദ്രന്റെ ഏകദേശം അടുത്ത് നിൽക്കുക, അങ്ങോട്ടൊക്കെ പോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവ് സൈന് കൂടിയാണ്. അപ്പൊ 6550 കിലോമീറ്റർ അകലെ നിന്ന് എന്ത് ചെയ്തു, ഈ അർത്തമീസ് 2ന്റെ ഭാഗമായിട്ടുള്ള ക്രൂ മെമ്പേഴ്സ് 2 ഗർത്തങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പേര് നൽകുകയും ചെയ്തു. ആദ്യത്തെ പേരെന്ന് പറയുന്നത് കരോള്, രണ്ടാമത്തത് ഇന്റഗ്രിറ്റി. ഈ കരോൾ എന്ന് പറയുന്ന പേരെന്ന് പറയുന്നത് വളരെ മധുരമായിട്ടുള്ളൊരു സ്മരണയുടെ പേരിൽ നൽകപ്പെട്ട പേരാണ്. ഈ നമ്മുടെ ക്രൂ മെമ്പേഴ്സില്ലേ, അതില് മിഷൻ കമാൻഡർ ആയിട്ടുള്ള റീഡ് വൈസ്മാന്റെ മരിച്ചുപോയ ഭാര്യയുടെ പേരാണ് കരോൾ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം തന്റെ ഭാര്യയോടുള്ള സ്മരണാർത്ഥമാണ് ഈ ഒരു ഗർത്തത്തിന് ഈ ഒരു പേര് കരോൾ എന്ന് പറയുന്ന പേര് നൽകിയത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇന്റഗ്രിറ്റി. അവർ പോയ ആ പേടകമില്ല ഓറിയോൺ, ആ പേടകത്തിന്റെ മറ്റൊരു പേരാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ അപ്പൊ ഇന്റഗ്രിറ്റി കരോൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ അർത്തമീസ് 2ന്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്തു, ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും ആ സർഫേസിൽ നിന്നും 6550 കിലോമീറ്റർ വരെ അടുത്തുകൂടി സഞ്ചരിച്ചു. സോ അപ്പൊ ചന്ദ്രന്റെ 2 ഗർത്തങ്ങൾ അവർക്ക് താൽക്കാലികമായിട്ട് 2 ഗർത്തങ്ങൾക്ക് എന്ത് ചെയ്തു, അവർ പേര് നൽകി, ഇന്റഗ്രിറ്റി ആൻഡ് കരോൾ. ഇനി അടുത്തത് ഇവർ ഈ മിഷൻസ്, ഈ അർത്തമീസ് 2ന്റെ ഭാഗമായിട്ട് ഇവര് 2 വളരെ മനോഹരമായിട്ടുള്ള ഭൂമിയുടെ പിക്ചേഴ്സ് ഇവർ പകർത്തിയിട്ടുണ്ട്. അതിലൊന്നിന് ഇവർ നൽകിയ പേരാണ് ഹലോ വേൾഡ് എന്ന് പറയുന്നത്. ഹലോ വേൾഡ് അതെന്താ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1972 അപ്പോളോ 17ന്റെ ഭാഗമായിട്ട്, അതായത് 54 വർഷങ്ങൾക്ക് മുൻപ് ആ മിഷന്റെ ഭാഗമായിരുന്ന മെമ്പേഴ്സ് ഭൂമിയുടെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു ചിത്രം എടുത്തിട്ടുണ്ട്. അതിനവർ നൽകിയ പേര് ബ്ലൂ മാർബിൾ എന്നാണ് പേര് നൽകിയത്. ബ്ലൂ മാർബിൾ അപ്പോളോയുടെ ഭാഗമായിട്ട് അപ്പോളോ 17ന്റെ ഭാഗമായിട്ട് എടുത്തത് ബ്ലൂ മാർബിൾ എന്നാണ് പേര് നൽകിയത്. ആൻഡ് ഇപ്പോൾ അർത്തമീസ് 2ന്റെ ഭാഗമായിട്ടുള്ള ക്രൂ മെമ്പേഴ്സ്, പ്രത്യേകിച്ച് റീഡ് വൈസ്മാൻ ആണ് ഈ ഫോട്ടോ എടുത്തത്. അപ്പൊ റീഡ് വൈസ്മാൻ എടുത്ത് ഈ ഫോട്ടോയ്ക്ക് നൽകിയ പേര് ഹലോ വേൾഡ് എന്നാണ് പേര് നൽകിയത്. ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഇതേ കണ്ടോ, ഇതാണ് പഴയ ഭൂമി, ഇതാണ് പുതിയ ഭൂമി എന്ന് പറയാൻ പറ്റും. അതായത് അപ്പോളോ 17ന്റെ ഭാഗമായിട്ട് 1972 ആ പേടകത്തിൽ ഉണ്ടായിരുന്ന അപ്പോളോ 17ന്റെ ഭാഗമായിട്ട് ആ പേടകത്തിൽ ഉണ്ടായിരുന്ന ബഹിരാകാശ സഞ്ചാരികൾ പകർത്തിയ ചിത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതിന്റെ അപ്പുറത്ത് നിങ്ങൾ കാണുന്നത് പുതിയ ഭൂമി, അതായത് 54 വർഷങ്ങൾക്ക് ശേഷം അർത്തമീസ് 2 പകർത്തിയ ഹലോ വേൾഡ് ആണ് അപ്പുറത്ത് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യം അവരെന്ത് ചെയ്ത് നമുക്ക് അയച്ചു തന്ന, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് അയച്ചു തന്ന, അല്ലെങ്കിൽ ഭൂമിക്ക് നമുക്ക് നൽകിയൊരു നല്ല വളരെ മനോഹരമായിട്ടുള്ള ഫോട്ടോ എന്ന് പറയുന്നത്. ഇതിന്റെ പുറകിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് ഭൂമിയാണ്. സോ ഭൂമിക്ക് ഓർബിറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഭൂമിയുടെ ഓർബിറ്റിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇവിടെ നിന്ന് നമ്മളൊരു പേടകം വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇവിടെ നേരെ ഇങ്ങനെ ജമ്പ് ചെയ്ത് ഒരിക്കലും ചന്ദ്രനിലേക്ക് പോകാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് ആദ്യം ഭൂമിയുടെ ഭ്രമണപഥം എന്ത് ചെയ്യണം, ഇവിടെ ഒന്ന് കറങ്ങി ഇവിടം ഭേദിച്ച് മാത്രമേ ഇത് ചന്ദ്രനാണെങ്കിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. സോ അപ്പോൾ ഈ ഭൂമിയുടെ ഈ ഒരു ഓർബിറ്റ് അഥവാ ഭ്രമണപഥത്തിൽ നിന്ന് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഈ പേടകത്തെ, ഓറിയോൺ എന്ന് പറയുന്ന ഈ പേടകത്തെ ചന്ദ്രനിലേക്ക് തിരിച്ചു വിടുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഫേസ്. ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ ഫേസ്. സോ ഈ ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ പൂർത്തിയാക്കിയതിന് ശേഷമാണ്, അതായത് ഇത് ഭൂമിയുടെ ഭ്രമണപഥം, ഇത് ചന്ദ്രന്റെ ഭ്രമണപഥം, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് അപ്പൊ ഇവിടെ പോകുമ്പോൾ നമുക്ക് ഭൂമിയുടെ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു വ്യൂ കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന പിക്ചർ റീഡ് വൈസ്മാൻ എന്ത് ചെയ്തത്, എടുക്കാനായിട്ട് കാരണമായത്. അപ്പൊ 1972 പകർത്തിയ ചിത്രത്തിന് നൽകിയ പേരെന്താണ്, ബ്ലൂ മാർബിൾ. തീർന്നിട്ടില്ല, മറ്റൊരു കാര്യം കൂടി നിങ്ങൾ നോക്കണം. മറ്റൊരു പിക്ചർ കൂടി കാണിച്ചു തരാം. ഇതാണ് ഈ പിക്ചർ നൽകിയ പേര് എർത്ത് സെറ്റ് എന്നാണ് നൽകിയത് പേര്. എർത്ത് സെറ്റ്. എന്താണ് എർത്ത് സെറ്റ് എന്ന് പേര് നൽകാൻ കാരണം? നിങ്ങൾ സൺസെറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? എന്താണ് സൺസെറ്റ്? സൂര്യാസ്തമയം അല്ലെ? സൂര്യാസ്തമനത്തിനെയാണ് നമ്മൾ സൺസെറ്റ് എന്ന് പറയുന്നത്. സോ അതുപോലെ എർത്ത് എന്ത് ചെയ്യാണ്, അസ്തമിക്കുകയാണ്. മനസ്സിലായോ? അതായത് മുൻപ് അഗൈൻ ഇവിടെയും ഒരു റെഫറൻസ് അപ്പോളോ എന്ന് എടുക്കാനുണ്ട്. അപ്പോളോ 8ന്റെ ഭാഗമായിട്ട് എർത്ത് റൈസ് എന്ന് പറയുന്ന ഒരു പിക്ചർ അവരെടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്രൂ മെമ്പേഴ്സ് എർത്ത് റൈസ് എന്ന് പറയുന്ന ഭൂമിയുടെ ഉദയം എന്ന പേരിൽ ഒരു പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ അർത്തമീസ് 2 വന്നപ്പോൾ
അർത്തമീസ് 2ലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ മെമ്പേഴ്സ് എടുത്തത് എർത്ത് സെറ്റ് ആണ്. ഇവിടുത്തെ മെമ്പേഴ്സ് എടുത്തത് എന്താണ്? എർത്ത് സെറ്റ് ആണ്. അപ്പൊ നോക്കിക്കേ, അർത്തമീസ് 2 ദൗത്യവും എർത്ത് സെറ്റിന്റെ ചിത്രവും നോക്കുവാണെങ്കിൽ ചന്ദ്രന്റെ ഉപരിതലത്തിന് പിന്നിലായിട്ട് ഭൂമി അസ്തമിക്കുന്നതിന്റെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് ഓറിയോൺ പേടകത്തിൽ നിന്ന് പകർത്തിയത് എർത്ത് സെറ്റ്. അപ്പോളോ 8ന്റെ ഭാഗമായിട്ട് 1968 അവിടെ പകർത്തിയതാണ് എർത്ത് റൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 പിക്ചേഴ്സ് ഒന്ന് ഓർത്തിരിക്കണം, എർത്ത് റൈസ്. ഇനി ക്രിസ്റ്റീന കോച്ചിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളിയായ ആദ്യ വനിതയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ പെഗി വിറ്റ്സണും അതുപോലെ തന്നെ നമ്മുടെ സുനിത വില്യംസും ഒക്കെ പല രീതിയിൽ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. പ്രത്യേകിച്ച് സുനിത വില്യംസും അതുപോലെ തന്നെ നമ്മുടെ പെഗി വിറ്റ്സണും ഒക്കെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അധിക ദൂരമല്ല അല്ലെ, അധിക ദൂരമല്ല. എന്നാൽ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം, ഇപ്പൊ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ദൂരം അതാണ് ചന്ദ്രൻ അല്ലെ. അപ്പോൾ അതായത് ഇതുവരെ പോയിട്ടുള്ള, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ചന്ദ്രനിൽ പോകുന്നത് നാസ അപ്പോളോ ദൗത്യത്തിന് ശേഷം. അപ്പൊ ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്ന് പറയുന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ക്രിസ്റ്റീന കോച്ചാണ്. അത് നിങ്ങൾക്ക് അത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ക്രിസ്റ്റീന കോച്ചാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ലിയോ നമ്മൾ വിളിക്കുന്ന ലോ എർത്ത് ഓർബിറ്റ് ഭേദിച്ചാണ് ചന്ദ്രന്റെ ആ ഒരു ഭ്രമണപഥത്തിലേക്ക് ഇവർ പോയിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് പറയാൻ കഴിയുന്നതിലും അധികം ദൂരമുണ്ട് അല്ലേ, അത്രയും ദൂരമുണ്ട്. അപ്പോൾ ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച വനിത എന്ന് പറയുന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്റ്റീന കോച്ച് തന്നെയാണ്. ക്ലിയർ ആണോ? സോ ഇത്രയാണ് നമുക്ക് അർത്തമീസ് 2ന്റെ ഭാഗമായിട്ട് നോക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, ആർട്ടിമെദർ ലൂമഫാൻഡ്രിൻ മലേറിയ ചികിത്സയ്ക്കുള്ള മരുന്നാണ്, ഒരു മരുന്നിനെ കുറിച്ച് പറയുന്നതാണ്. 2, ഇത് വയോജനങ്ങൾക്കായിട്ട് പ്രത്യേകമായിട്ട് വികസിപ്പിച്ചതാണ്. WHO ഈ മരുന്നിന് പ്രീ ക്വാളിഫിക്കേഷൻ അംഗീകാരം ഇതുവരെ നൽകിയിട്ടില്ല. ഇതിലേതാണ് തെറ്റായതെന്നാണ് ചോദ്യം. സോ നോക്കിക്കേ, ആർട്ടിമെദർ ലൂമഫാൻഡ്രിൻ എന്ന് പറയുന്ന മരുന്ന് മലേറിയയ്ക്കുള്ള മരുന്ന് തന്നെയാണ്. പക്ഷേ അത് നവജാത ശിശുക്കൾക്കും അതുപോലെ തന്നെ വളരെ കുഞ്ഞു കുട്ടികൾക്കും, പ്രത്യേകിച്ച് 2 മുതൽ 5 കിലോ വരെ ഭാരമുള്ള കുട്ടികൾക്ക് നൽകുന്ന മലേറിയ മരുന്നാണ് ആർട്ടിമെദർ ലൂമഫാൻഡ്രിൻ എന്ന് പറയുന്ന മരുന്ന്. ഇതിന് റീസെന്റ് ആയിട്ട് നമ്മുടെ ലോകാരോഗ്യ സംഘടന പ്രീ ക്വാളിഫിക്കേഷൻ അംഗീകാരം നൽകി ഈ മരുന്നിന്. മനസ്സിലായോ? അപ്പൊ ഇത് മലേറിയ മരുന്നാണെന്നുള്ളതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. ആർട്ടിമെദർ ലൂമഫാൻഡ്രിൻ എന്ന് പറയുന്നത് നവജാത ശിശുക്കൾക്കും അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് 2 മുതൽ 5 കിലോ വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മലേറിയ മരുന്നാണ് ആർട്ടിമെദർ ലൂമഫാൻഡ്രിൻ എന്ന് പറയുന്നത്. സോ അവിടെ നമ്മുടെ ലോകത്തിൽ ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്കും നവജാത ശിശുക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് വികസിപ്പിച്ചെടുത്ത മലേറിയ മരുന്നാണ് ആർട്ടിമെദർ ലൂമഫാൻഡ്രിൻ എന്ന് പറയുന്നത്. ഇതിന് ലോകാരോഗ്യ സംഘടന അടുത്തിടെ അംഗീകാരം നൽകിയത് ഏറെ വാർത്തയായിരുന്നു, നമ്മളും അത് പഠിച്ചതാണ്. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2 തെറ്റ്, 3 തെറ്റ്. 2, 3 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം ഗുജറാത്തിലെ ഗാന്ധി നഗറിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജൈനമതത്തിന്റെ പൈതൃകവും അഹിംസയുടെ സന്ദേശവും പ്രചരിപ്പിക്കുകയാണ് മ്യൂസിയത്തിന്റെ ലക്ഷ്യം. മ്യൂസിയത്തിന് പേര് നൽകിയിരിക്കുന്നത് ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ റീസെന്റ് ആയിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഈ സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ്. നമുക്ക് താഴെ പറയുന്നവരിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നോക്കാം. അതായത് ഗാന്ധിനഗർ, ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ഇതെന്ന് പറയുന്നത് ജൈനമതത്തിന്റെ വളരെ ചരിത്രപരവും അതുപോലെ തന്നെ സാംസ്കാരികവും ആത്മീകപരവുമായിട്ടുള്ള പാരമ്പര്യം വിളിച്ചോന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിയമാണ് സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പേര് നൽകിയിരിക്കുന്നത് മൗര്യ ചക്രവർത്തിയായിട്ടുള്ള അശോക അല്ലെ, അശോക ദി ഗ്രേറ്റിന്റെ പേരക്കുട്ടിയായിട്ടുള്ള സമ്പ്രതി മഹാരാജാവ്. ആക്ച്വലി ഇദ്ദേഹത്തെ സമ്പ്രതിനെ ബുദ്ധ അശോക എന്നാണ് വിളിക്കുന്നത്. അതായത്
ജൈന അശോക എന്നാണ് വിളിക്കുന്നത്, ബുദ്ധയല്ല, ജൈന അശോക. ബിക്കോസ് ജൈന മതത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹാരാജാവാണ് സമ്പ്രതി എന്ന് പറയുന്ന അശോകന്റെ പേരക്കുട്ടിയാണ്, ഗ്രാൻഡ് സൺ ആണ് ആര്, ഈ പറയുന്ന സമ്പ്രതി. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സമ്പ്രതിയുടെ പേരിലാണ് ഈ മ്യൂസിയം അറിയപ്പെടുന്നത്, സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം. അപ്പൊ നമുക്ക് പെട്ടെന്ന് സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം എന്ന് കേൾക്കുമ്പോൾ ഈ ജൈന മതമായിട്ട് അതിനെന്താ ബന്ധം എന്നൊക്കെ തോന്നും, മനസ്സിലായോ? സോ ജൈന മതത്തിന്റെ വളരെ ചരിത്രപരമായിട്ടുള്ള ആത്മീകപരമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം കൂടിയാണ് ഗാന്ധിനഗറിൽ സ്ഥാപിക്കപ്പെട്ട സാമ്രാട്ട് സമ്പ്രതി മ്യൂസിയം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആശാ ഭോസ്ലെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആശാ ഭോസ്ലെയുടെ പൂർണ്ണനാമം ആശാലത ദീനാനാഥ് മങ്കേഷ്കർ എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നു. 2011 മോസ്റ്റ് റെക്കോർഡഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന നേട്ടത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യ വനിതാ പ്ലേബാക്ക് ഗായികയാണ് ആശാ ഭോസ്ലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആശാ ഭോസ്ലെ 2 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. സോ ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനല്ലേ, അപ്പോൾ ആശാ ഭോസ്ലെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിനകത്ത് ശരിയായത് ഏത് എന്നുള്ളത് കണ്ടെത്താനാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആശാ ഭോസ്ലെയുടെ പൂർണ്ണനാമം, നമ്മുടെ ഗായിക ലതാ മങ്കേഷ്കറിന്റെ സിസ്റ്റർ ആണ് ആശാ ഭോസ്ലെ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആശാ ഭോസ്ലെയുടെ പൂർണ്ണനാമം ആശാ ലത ദീനാനാഥ് മങ്കേഷ്കർ, കറക്റ്റ് ആണ്. ആശാ ലത ദീനാനാഥ് മങ്കേഷ്കർ എന്നാണ്. ഇനി 2011 മോസ്റ്റ് റെക്കോർഡഡ് ആർട്ടിസ്റ്റ്, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ്, ഗായിക എന്നുള്ള ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഇടം നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ആശാ ലത ദീനാനാഥ് മങ്കേഷ്കർ നമ്മൾ വിളിക്കുന്ന ആശാ ഭോസ്ലെ. ഇനി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യത്തെ വനിതാ പ്ലേബാക്ക് ഗായിക അല്ല ആശാ ഭോസ്ലെ, അത് ലതാ മങ്കേഷ്കർ ആണ് കേട്ടോ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ആശാ ഭോസ്ലെ 2 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്, കറക്റ്റ് ആണ്. അപ്പൊ ആശാ ഭോസ്ലെ കുറിച്ച് ചില കാര്യങ്ങൾ നോക്കിയാലോ, നോക്കാം. 2026 ഏപ്രിൽ 12 അന്തരിച്ച ഇന്ത്യൻ പ്ലേബാക്ക് സിംഗർ ആണ് ആശാ ഭോസ്ലെ. 2026 ഏപ്രിൽ 12 ആശാ ഭോസ്ലെ അന്തരിച്ചു. പുള്ളിക്കാരിയുടെ പൂർണ്ണനാമം പഠിച്ചു വെച്ചോ, ആശാ ലത ദീനാനാഥ് മങ്കേഷ്കർ. ആശാ ലത ദീനാനാഥ് മങ്കേഷ്കർ 1933 സെപ്റ്റംബർ 8 പുള്ളിക്കാരി ജനിക്കുന്നത്. 1933 സെപ്റ്റംബർ 8 ആശാ ലത ദീനാനാഥ് മങ്കേഷ്കർ ജനിക്കുന്നത്. മഹാരാഷ്ട്രയിലെ സാംഗ്ലിയാണ് ജന്മസ്ഥലം എന്ന് പറയുന്നത്. ആശാ ഭോസ്ലെയുടെ ജന്മസ്ഥലം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ സാംഗ്ലിയാണ്. അഭിനേത്രിയാണ്, ബിസിനസ് വുമൺ ആണ്, പ്ലേബാക്ക് സിംഗർ ആണ്. അഭിനേത്രിയാണ്, ബിസിനസ് വുമൺ ആണ്, പ്ലേബാക്ക് സിംഗർ ആണ്. ആരെന്ന് പറയുന്നത്? ആശാ ഭോസ്ലെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തില് ഒരുപാട് റോൾസ് കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ് ആശാ ഭോസ്ലെ. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, 2011 മോസ്റ്റ്, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഗായിക എന്നുള്ള റെക്കോർഡ് ആരുടെ പേരിലുണ്ട്? ആശാ ഭോസ്ലെയുടെ പേരിലുണ്ട്. 2 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആശാ ഭോസ്ലെക്ക് ലഭിച്ചിട്ടുണ്ട്. 2 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ ആശാ ഭോസ്ലെക്ക് ലഭിച്ചിട്ടുണ്ട്. 1981, 1987. 1981, 87 2 വർഷങ്ങളിലായിട്ട് 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആശാ ഭോസ്ലെക്ക് ലഭിച്ചിട്ടുണ്ട്. 2008 പത്മവിഭൂഷൺ പുള്ളിക്കാരിക്ക് ലഭിക്കുന്നത്. 2008 ആശാ ഭോസ്ലെക്ക് പത്മവിഭൂഷൺ ലഭിക്കുകയാണ്. അതിനുശേഷം 2000 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുകയാണ്. സിനിമാ മേഖലയിൽ നൽകുന്ന ഉയർന്ന പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അപ്പൊ 2000 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ആർക്ക് ലഭിക്കുന്നത്? ആശാ ഭോസ്ലെക്ക് ലഭിക്കുന്നത്. ഇനി 7 ഫിലിം ഫെയർ ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. 2 ഗ്രാമി നോമിനേഷൻസും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ആശാ ഭോസ്ലെക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ആദ്യ ഗായിക അല്ല ആരെന്ന് പറയുന്നത്? ആശാ ഭോസ്ലെ എന്ന് പറയുന്ന. സോ അപ്പോൾ ഇവിടുത്തെ ശരിയായ സ്റ്റേറ്റ്മെന്റ് 1, 2, 4 1, 2, 4 മാത്രമാണ് കറക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 2026 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ് ചോദ്യം. 2026 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം ഡേയ്സ് ആൻഡ് തീംസിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്.
എന്താണ്? നമ്മുടെ ശക്തി, നമ്മുടെ ഗ്രഹം. അപ്പോൾ ഏപ്രിൽ 22 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? വേൾഡ് എർത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്, അല്ലെ? നമ്മൾ എർത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എർത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഏപ്രിൽ 22-നാണ്. എർത്ത് ഡേ എന്നാണ്? ഏപ്രിൽ 22 സോ തീം നോക്കാം. നമ്മുടെ ശക്തി, അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. നമ്മുടെ ശക്തി, നമ്മുടെ ഭൂമി എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇത് തന്നെയാണ് തീം. 2025-ലും ഇത് തന്നെയായിരുന്നു തീം. അപ്പോൾ പഠിക്കാനായിട്ട് എളുപ്പമില്ലേ? ഇനി ഏപ്രിൽ 7 പ്രത്യേകത കൂടി നമുക്ക് നോക്കാം. ലോക ആരോഗ്യ ദിനം, അല്ലെ? വേൾഡ് ഹെൽത്ത് ഡേ ആണ് ഏപ്രിൽ 7 എന്ന് പറയുന്നത്. ലോക ആരോഗ്യ ദിനമാണ്. സോ 2026-ലെ പ്രമേയം നോക്കാം. ആരോഗ്യത്തിന് വേണ്ടി ഒന്നിച്ചണിനിരക്കാം ശാസ്ത്രത്തോടൊപ്പം. ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നുള്ളതാണ്. ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നുള്ളതാണ് നമ്മുടെ ലോക ആരോഗ്യ ദിനം 2026-ന്റെ പ്രമേയം എന്ന് പറയുന്നത്. 2025-ലെ പ്രമേയം എന്താണ്? ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രത്യാശ നിറഞ്ഞ ഭാവികൾ. ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രത്യാശ നിറഞ്ഞ ഭാവികൾ. അപ്പൊ 2025-ലെ പ്രമേയം എന്താണ്? ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ് 2025-ലെ പ്രമേയം. അപ്പൊ നമ്മള് ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് പറഞ്ഞത്, അല്ലെ? 2025-ല് തുടക്കം കുറിക്കുവാണ്, അല്ലെ? തുടക്കം കുറിക്കുവാണ്. നമ്മൾ പറഞ്ഞു ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ആരോഗ്യപരമായിട്ടുള്ള തുടക്കങ്ങൾ, പ്രത്യാശ നിറഞ്ഞ ഭാവികൾ എന്നുള്ളതാണ് 2025-ലെ തീമെങ്കിൽ 2025-ലെ തീം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് വേണ്ടി ഒന്നിച്ചണിനിരക്കാം ശാസ്ത്രത്തോടൊപ്പം. ആരോഗ്യത്തിന് വേണ്ടി ഒന്നിച്ചണിനിരക്കാം ശാസ്ത്രത്തോടൊപ്പം. ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നുള്ളതാണ് പ്രമേയം. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ ലോക മലേറിയ ദിനം ഏപ്രിൽ 25 ലോക മലേറിയ ദിനം. 2026 തീം നമുക്ക് നോക്കാം. ഡ്രിവൺ ടു എൻഡ് മലേറിയ, നൗ വി ക്യാൻ, നൗ വി ക്യാൻ, നൗ വി മസ്റ്റ്. ഡ്രിവൺ ടു എൻഡ് മലേറിയ, നൗ വി ക്യാൻ, നൗ വി മസ്റ്റ്. അതായത് മലേറിയ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിർത്താൻ അല്ലെങ്കിൽ തുടച്ചു നിൽക്കാൻ ഇപ്പോൾ സാധിക്കും. നമുക്ക് സാധിക്കും, അതുപോലെ നമുക്ക് കഴിയും, അതുപോലെ തന്നെ നമുക്ക് സാധിക്കണം. ഇതാണ് 2026-ലെ ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആൻഡ് തീംസ് പഠിക്കണം. പ്രത്യേകിച്ച് ലോക പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാവൂ. വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഏപ്രിൽ മാസത്തെ കാര്യമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തെ 3 പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഉറപ്പായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ ലോക ഭൗമദിനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യാവകാശ ദിനം, ലോക പരിസ്ഥിതി ദിനം, ഇതൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. നമ്മൾ മുന്നുള്ള ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? കണ്ട് നോക്കുക. ഓക്കെ, ശരി. ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് സ്ഥാപിച്ച് 2026-ൽ പത്മശ്രീ നേടിയ ഡോക്ടർ ആരാണ്? 2026-ല് പത്മശ്രീ കിട്ടിയവരിൽ എല്ലാവരെയും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ നിയോനത്തോളജി എന്ന് പറയുന്ന നവജാത ശിശുക്കൾ, അവർക്കുണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ശാഖയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ്. ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ്. അപ്പോൾ ഡോക്ടർ അർമിഡ ഫെർണാണ്ടസ് ആണ് 2026-ല് പത്മശ്രീ കിട്ടി ഇന്ത്യയുടെ ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് സ്ഥാപിച്ചത്. അതായത് മുലപ്പാൽ, എല്ലാ കുട്ടികൾക്കും മുലപ്പാൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് സ്ഥാപിച്ച വനിത അല്ലെങ്കിൽ വ്യക്തിയാണ് അർമിഡ ഫെർണാണ്ടസ്. 2026-ലെ പത്മശ്രീ കിട്ടി. ഇനി അടുത്തതും പത്മയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന 2026-ലെ പത്മശ്രീ ജേതാവ് ആരാണ്? ഇന്ത്യൻ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ആരാണ്? ഡോക്ടർ A.E. മുത്തുനായകമാണ്. ഡോക്ടർ A.E. മുത്തുനായകം. നമുക്കറിയാം, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 2026-ലെ പത്മ അവാർഡ്സ് പഠിച്ചപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ച ആളുകളെ നമ്മൾ പഠിച്ചു വെക്കണം. പത്മവിഭൂഷൺ ലഭിച്ച ആളുകളെ ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് കോഡ് എന്ന് പറയുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞു, ധർമ്മടത്തിലെ
രാജാവ്, ധർമ്മടത്തെ രാജാവ് അല്ലെ, നരവന്ന അച്ഛനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു. ഓർമ്മയുണ്ടോ ഞാൻ കോഡ് പറഞ്ഞു തന്നത്? ആ 2026 പത്മവിഭൂഷൺ കിട്ടിയ 5 പേരുടെ പേരും ഈ ഒരു കോഡിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ കാണിച്ചാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ധർമ്മടത്തെ രാജാവ് വളരെ വിശാല ഹൃദയനാണ്. സോ നര വന്ന ഒരച്ഛനെ എന്ത് ചെയ്തു? നര വന്നപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും ഉപേക്ഷിച്ചു, റോഡിലായി. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? ആ രാജാവ് വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു അല്ലെ. അപ്പൊ ധർമ്മട എന്ന് പറയുമ്പോൾ ധർമ്മേന്ദ്ര ഡിയോൾ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയിലെ അഭിനേതാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, ധർമ്മേന്ദ്ര ഡിയോൾ. ഇനി രാജാവ് എന്ന് പറയുന്നത് എൻ രാജം അല്ലെ, ഇന്ത്യൻ വയലിനിസ്റ്റ് ആയിട്ടുള്ള എൻ രാജം ആ കൂട്ടത്തിലുണ്ട്. ഇനി നര വന്ന അച്ഛൻ നാരായണൻ, സാഹിത്യം, അതുപോലെ തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവും ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറയുന്ന മേഖലയിൽ പുരസ്കാരം ലഭിച്ച നാരായണൻ. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്വന്തം ആളല്ലേ, നമ്മുടെ സ്വന്തം അച്യുതാനന്ദൻ, VS അച്യുതാനന്ദൻ. അച്ഛൻ എന്ന് പറയുമ്പോൾ അച്യുതാനന്ദൻ. ഇത് താമസിപ്പിച്ചു KT തോമസ്. അവിടെ നമുക്ക് പത്മവിഭൂഷൺ ലഭിച്ച എല്ലാവരെയും നമ്മൾ പഠിച്ചു അല്ലെ. അതുപോലെ തന്നെ പത്മഭൂഷൺ കിട്ടിയ 2 മലയാളികളെ ഉള്ളൂ അല്ലെ. അത് നമുക്ക് എന്ത് പഠിക്കാൻ എളുപ്പമാണ്? ആദ്യത്തെ ആളെ ഓർക്കാതെ അല്ലെങ്കിൽ കാണാതെ മലയാളിയുടെ ഒരു ദിവസം കടന്നു പോകില്ല എന്ന് നമുക്ക് പറയാം അല്ലെ, ശ്രീ മമ്മൂട്ടി. രണ്ടാമത്തെ ആളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇവർക്ക് 2 പേർക്കുമാണ് 2026 പത്മഭൂഷൺ കിട്ടിയ മലയാളികൾ എന്ന് പറയുന്നത്. ഇനി പത്മശ്രീ കിട്ടിയ മലയാളികളെ പഠിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞു തന്നു. ശ്രീദേവിക്ക് അല്ലെ, ശ്രീദേവിക്ക് മുത്തുമാല എന്ന് പഠിച്ചു വെക്കാൻ പറഞ്ഞു. ശ്രീദേവിക്ക് മുത്തുമാല എന്ന് പഠിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പൊ പത്മശ്രീ. ദേവി എന്ന് പറയുമ്പോൾ ആരാണ്? ദേവകി അമ്മ അല്ലെ. മുത്തു എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തുനായകം, അതായത് കേരളത്തിൽ നിന്ന് അതായത് മുത്തുനായകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നോമിനേഷൻ പോയിരിക്കുന്ന കേരളത്തിൽ നിന്നാണ്. ഇനി മാല എന്ന് പറയുമ്പോൾ വിമല അല്ലെ. മാല എന്ന് പറയുമ്പോൾ ആരാണ്? വിമല. അപ്പൊ ശ്രീദേവിക്ക് മുത്തുമാല. ഞാൻ പറഞ്ഞു ആ 2026 പത്മശ്രീ കിട്ടിയ മലയാളികളെ ആ ഒരു കോഡിനകത്തുണ്ട്. ദേവകി, മുത്തുനായകം. അതാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇന്ത്യൻ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന 2026 പത്മശ്രീ ജേതാവ്, കേരളത്തിൽ നിന്ന് നോമിനേഷൻ പോയ ഡോക്ടർ AE മുത്തുനായകം. മുത്തു, മാല, വിമല. കിട്ടിയോ? പത്മ അവാർഡ്സ് കിട്ടിയ ആളുകളെല്ലാം ഈ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചു വെക്കാം കേട്ടോ. ഡോക്ടർ AE മുത്തുനായകമാണ്. അടുത്തത് കർണാടകയിലെ മാണ്ഡ്യയിൽ പുസ്തകമാനെ എന്ന പേരിൽ വമ്പൻ ലൈബ്രറി സ്ഥാപിച്ചു. എന്ത് പേരിലാണ്? പുസ്തകമാനെ എന്ന പേരില് വമ്പൻ ലൈബ്രറി സ്ഥാപിച്ച് 2026 പത്മശ്രീ നേടിയ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്ന ആരാണ്? RK ഗൗഡയാണ്. കർണാടകയിലെ മാണ്ഡ്യയിൽ പുസ്തകമാനെ എന്ന പേരിൽ വമ്പൻ ലൈബ്രറി സ്ഥാപിച്ച് 2026 പത്മശ്രീ നേടിയ വ്യക്തി. ഇനി അടുത്ത ചോദ്യം. 2026 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തരംഗമായി മാറിയ ഒരു പേരാണ് ശ്രീ ജോസഫ് വിജയ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുവാണെങ്കിൽ തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അല്ലെ. അദ്ദേഹത്തെ നമുക്കറിയാവുന്നത് തമിഴക വെട്രിക്കഴകത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ കൂടിയാണ്. സോ തമിഴ്നാടൻ വിജയ് രൂപീകരിച്ച ഈ രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള തമിഴക വെട്രിക്കഴകത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഔദ്യോഗിക ചിഹ്നം അനുവദിച്ചു. ആ ചിഹ്നം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതറിയാത്ത ആരും ഉണ്ടാകത്തില്ല അല്ലെ. കാരണം TVK എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ തരംഗമായതുപോലെ തന്നെ കേരളത്തിലും കുറെ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് TVK എന്ന് പറയുന്നത്. അപ്പോൾ TVKയുടെ ചിഹ്നം എന്ന് പറയുന്നത് വിസിലാണ്. ഇനി നമുക്ക് അവിടെ നോക്കുവാണെങ്കിൽ 2026 മെയ്യില് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ട് ജോസഫ് വിജയ് അധികാരമേറ്റു. 120 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഭരണത്തിലേക്ക് വരുന്നത്. അവിടെ TVKക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന സീറ്റുകളെ കുറിച്ച് റീസെന്റ് ആയിട്ട് ഒരു പരീക്ഷയിൽ ചോദിച്ചു. 2026 നിയമസഭാ ഇലക്ഷനില് TVKക്ക് എത്ര സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ 108 സീറ്റുകളാണ്. എതിർകക്ഷിയായിട്ടുള്ള DMKക്ക് 59ഉം ADMKക്ക് 47 സീറ്റുകളുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ TVKക്ക് 108 സീറ്റുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി തമിഴ്നാട്ടിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക പാർട്ടിയാണ് തമിഴക വെട്രിക്കഴകം എന്നറിയപ്പെടുന്ന TVK. അവിടെ
വിക്ടറി പാർട്ടി ഓഫ് തമിഴകം എന്നും അറിയപ്പെടുന്നുണ്ട്. വിക്ടറി പാർട്ടി ഓഫ് തമിഴകം എന്നും അറിയപ്പെടുന്നു. ആദ്യ പ്രസിഡന്റ് വിജയാണ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെന്നൈയിലെ പനയൂറാണ് ഈ പാർട്ടിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ചെന്നൈയിലെ പനയൂരാണ്. 2024 ഫെബ്രുവരി 2 അല്ലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ രൂപീകരണത്തിന്റെ അനൗൺസ്മെന്റ് ശ്രീ ജോസഫ് വിജയ് നടത്തുന്നത്. തമിഴക വെട്രിക്കഴകത്തിന്റെ മുദ്രാവാക്യം നോക്കുവാണെങ്കിൽ പിറപ്പോക്കുമെല്ല ഉയർക്കും എന്നുള്ളതാണ്. അതായത് എല്ലാവരും ജന്മം കൊണ്ട് തുല്യരാണ് എന്നുള്ളതാണ് തമിഴക വെട്രിക്കഴകത്തിന്റെ എന്തെന്ന് പറയുന്നത് ആപ്തവാക്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ അഭിജിത് ദീപക് എന്ന് പറയുന്ന ഒരു യുവാവ് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പാരഡി പാർട്ടി ഫോം ചെയ്തിട്ടുണ്ട്. ഏതാണ്? യെസ്, നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു, കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെ. ഇപ്പോൾ അത് അവരുടെ പ്രക്ഷോഭം നടക്കുവാണ്. അതും വളരെ ഒരുപാട് സംസാര വിഷയമായിട്ടുള്ള അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടി തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. അതിനെക്കുറിച്ചും ചോദ്യം വരാം. ഇനി നമുക്ക് 16ാം കേരള നിയമസഭ, നമുക്ക് തമിഴ്നാട്, കേരളം, അസം, വെസ്റ്റ് ബംഗാൾ, പുതുച്ചേരി ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഒരുമിച്ചാണ് ഇലക്ഷൻ നടന്നത് അല്ലെ. കേരളത്തിലാകട്ടെ 16ാം കേരള നിയമസഭ തിരഞ്ഞെടുപ്പാണ് നടന്നത്. അവിടുത്തെ ഫലങ്ങൾ നോക്കുവാണെങ്കിൽ UDF 102 സീറ്റുകളും LDF 35 സീറ്റുകളും NDA 3 സീറ്റുകളുമാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ UDF ആണ് അധികാരത്തിലേക്ക് വന്നത്. നമ്മുടെ 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് നിലവിലെ വ്യവസായ, IT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ്. മലപ്പുറത്ത് 85,327 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 11 വനിതകളാണ് നമ്മുടെ 16ാം കേരള നിയമസഭയിൽ ഉള്ളത്, അല്ലെങ്കിൽ വനിതാ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 11. അപ്പൊ UDF 102 സീറ്റുകൾ പിടിച്ച് ഇപ്പോ ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് അവരാണ് കേരളം ഭരിക്കുന്നത്. ഇനി അസം 126 സീറ്റുകളിൽ NDA അസം ഭരിക്കുന്നത് ഇപ്പോൾ NDA ആണ്. നമ്മുടെ BJP അലൈൻഡ് ആയിട്ടുള്ള NDA ആണ്. 102 സീറ്റുകളാണ് NDAക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ BJPക്ക് മാത്രം 82 സീറ്റുകൾ കേട്ടോ. BJPക്ക് ഇതാണ് മൊത്തത്തിൽ NDA സഖ്യം. BJP, BOPF, AGP അടങ്ങുന്ന സഖ്യമാണ് NDA എന്ന് പറയുന്നത്. അതിൽ BJPക്ക് മാത്രം 82 സീറ്റുകൾ. മൊത്തത്തിൽ NDA എന്ന് പറയുന്ന സഖ്യത്തിന് 102 സീറ്റുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവരാണ് ഭരിക്കുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസമിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പുതുച്ചേരിയിലേക്ക് പോകുമ്പോൾ 30ൽ 12 സീറ്റ് NRC ആണ് പിടിച്ചിട്ടുള്ളത്. BJPക്ക് 4 സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. NRCക്ക് 12 സീറ്റാണ്. അടുത്തത് നമ്മുടെ വെസ്റ്റ് ബംഗാളിലേക്ക് വരികയാണെങ്കിൽ വെസ്റ്റ് ബംഗാളിന്റെ റിസൾട്ട് നോക്കുവാണെങ്കിൽ BJP ആണ് വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ ഭരിക്കുന്നത്. BJPക്ക് 207 സീറ്റുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ AITCക്ക് 80 സീറ്റുകളും INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 2 സീറ്റുകളുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ഭരിക്കുന്നതും വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നതും BJP ആണ് കേട്ടോ. ഇനി നമ്മുടെ പശ്ചിമ ബംഗാളില് BJP മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലേക്ക് വന്നത് സുവേന്ദു അധികാരിയാണ്. അപ്പൊ ആദ്യമായിട്ട് മമതാ ബാനർജി കുറെ വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത് BJP ആദ്യമായിട്ട് വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് വന്നത് സുവേന്ദു അധികാരിയാണ്. പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റത് N രംഗസ്വാമിയാണ്. ആൻഡ് അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ. പുതിയ മുഖ്യമന്ത്രിമാരെ ചോദിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ VD സതീശൻ, തമിഴ്നാടില് ജോസഫ് വിജയ്, ദെൻ അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ, വെസ്റ്റ് ബംഗാളിലെ സുവേന്ദു അധികാരി, പുതുച്ചേരിയിലെ N രംഗസ്വാമി. ഇവരെല്ലാവരെയും എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്ന. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക സ്ഥാപിച്ച സ്ഥലം ഏതാണ്? ഒരുപാട് വാർത്തകളിൽ ഇടം നേടിയ ഒരു സംഭവമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ദേശീയ പതാക സ്ഥാപിച്ചത് എവിടെയാണ്? സോ ആൻസർ എന്ന് പറയുന്നത് സ്വരാജ് ദ്വീപിലാണ്. ആൻഡമാൻ നിക്കോബാറിലെ സ്വരാജ് ദ്വീപില് രാധാനഗർ ബീച്ചിലാണ് ഈ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ചരിത്ര നേട്ടം പിറന്നത്. ഏകദേശം 60 മീറ്റർ നീളം, 40 മീറ്റർ വീതിയുമുള്ള ത്രിവർണ്ണ പതാകയാണ് കടലിനടിയിൽ നിവർത്തിയത്. ആൻഡമാന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആയിട്ടുള്ള DK ജോഷി, ചീഫ് സെക്രട്ടറി ചന്ദ്രഭൂഷൺ കുമാർ എന്നിവർ ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ വെള്ളത്തിനടിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് ഇട്ടത് ആൻഡമാൻ നിക്കോബാർ ആണ്. സ്വരാജ് ദ്വീപ്, ആൻഡമാൻ നിക്കോബാറിലെ സ്വരാജ് ദ്വീപിലെ രാധാനഗർ ബീച്ചിലാണ് ഇത്തരത്തിലൊരു ചരിത്ര നേട്ടം കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. ഇനി 2026 ONV കൾച്ചറൽ അക്കാദമിയുടെ ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്
2026 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ മലയാള സാഹിത്യകാരൻ M. മുകുന്ദനാണ്. M. മുകുന്ദനാണ് 2026 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 25 ജേതാവ് പ്രഭ വർമ്മയാണ്. പ്രത്യേകിച്ച് എക്സാം എഴുതാൻ പോകുന്നവരോട് പറയുകയാണ്, സാഹിത്യ പുരസ്കാരങ്ങൾ മിസ്സാക്കരുത്. നമ്മൾ 10th പ്രിലിംസിന്റെ മാരത്തൺ ലൈവില് ഞാൻ കുറേ സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എഴുത്തച്ഛൻ പുരസ്കാരം, അവിടെ മാരത്തണിൽ ഞാൻ കേരള പുരസ്കാരങ്ങളും അതുപോലെ തന്നെ അതിനു മുൻപ് ഉള്ള കുറച്ച് പുരസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, ONV പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, നമ്മുടെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരം, അങ്ങനെ കുറേ പുരസ്കാരങ്ങളാണ് നമ്മുടെ സാഹിത്യ മേഖലയിലും സംഗീത മേഖലയിലും ഒക്കെ ആയിട്ട് നൽകുന്ന പുരസ്കാരം, വയലാർ പുരസ്കാരം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടേ പോകാം. ഒരു 3 വർഷത്തെങ്കിലും കുറഞ്ഞത് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. അപ്പോൾ 2026 ഓടക്കുഴൽ പുരസ്കാര ഓടക്കുഴലല്ല ONV പുരസ്കാര ജേതാവ്, ONV സാഹിത്യ പുരസ്കാര ജേതാവ് M. മുകുന്ദനാണ്. 2025 അത് പ്രഭാ വർമ്മയായിരുന്നു. ഇനി 2026 മെയ് മാസത്തിൽ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ 26ാമത്തെ അംഗമായ രാജ്യം ഏതാണ്? നമുക്കറിയാം, ഇന്ത്യയുടെ നേതൃത്വത്തിൽ മാർജാര കുടുംബത്തിൽപ്പെട്ട 7 വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, അല്ലെ? സോ ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ 26ാമത്തെ അംഗമായിട്ട് വന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സൗദിയാണ്. സോ ആക്ച്വലി നമുക്ക് നിലവിൽ 5 ഒബ്സർവിംഗ് സ്റ്റേറ്റസിലുള്ള രാജ്യങ്ങളുണ്ട്. അല്ലാതെ 26ാമത് അംഗമായിട്ട് വന്നത് സൗദിയാണ്. റീസെന്റ് ആയിട്ട് 27ാമതായിട്ട് ആര് വന്നു? ബംഗ്ലാദേശ് വന്നു. ബംഗ്ലാദേശ് 27ാമതായിട്ട് വന്നു. ഇബ്കയിലേക്ക് വന്ന 27ാമത് അംഗരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, ചീറ്റ, ജാഗ്വർ, പ്യൂമ, ഇങ്ങനെ മാർജാര കുടുംബം അല്ലെങ്കിൽ പൂച്ച കുടുംബത്തിൽപ്പെട്ട ഈ 7 വന്യജീവികളെ സംരക്ഷിക്കാനായിട്ടാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇബ്ക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിലിപ്പോൾ 27 മെമ്പർ, 27ാമത്തെ മെമ്പർ ബംഗ്ലാദേശ് വന്നിട്ടുണ്ട്. 26ാമത്തെ മെമ്പർ ആരായിരുന്നു? സൗദി ആയിരുന്നു. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 10ഓളം ചോദ്യങ്ങൾ, 10-11ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചത്. ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുമായിട്ടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. നന്നായിട്ട് പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് പ്രയോജനകരമാകുന്നത്. നമ്മൾ ആ ഒരു എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള റിവിഷൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പ്രോപ്പർ റിവിഷൻ ഇല്ലാതെ ആരും പരീക്ഷ എഴുതരുത്. അതുപോലെ തന്നെ CA പഠിച്ചിട്ട് പോകാനുള്ള കാര്യങ്ങൾ നമ്മുടെ CA മാരത്തൺ റിവിഷനിലും അതുപോലെ തന്നെ ഈ ക്ലാസ്സിലും ഒക്കെ ആയിട്ട് ഞാൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് മാത്രം പോവുക. സോ എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.